രാവിലെ തുടങ്ങിയ മഴയാണ്. മഴയൊന്ന് തോർന്നിട്ട് മുറ്റത്തോട്ട് ഇറങ്ങാന്ന് വെച്ചാൽ അത് നടക്കണ ലക്ഷണമില്ല. അപ്പം പിന്നെ കുടയെടുത്ത് ഞാൻ ഇറങ്ങി. ഇന്നത്തെ കലാപരിപാടി എന്താണെന്ന് വെച്ചാൽ കർക്കിടക മാസമൊക്കെ അല്ലേ, അപ്പോൾ ഒരു പത്തില തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്തപ്പോൾ പത്തില തോരൻ്റെ ഇത്ര പ്രാധാന്യം എന്ന് ചോദിച്ചാൽ അതൊന്നും എനിക്കറിയില്ല. കർക്കിടക മാസമായാൽ അമ്മ ഇവിടെ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് പത്തിലത്തോരൻ. വ്യത്യസ്തമാർന്ന പത്തിലകൾ വെച്ച് തോരൻ ഉണ്ടാക്കുക, അതന്നെ. ഞാൻ തിരഞ്ഞ് നടന്നിട്ട് എനിക്ക് 10 ഇലകളൊന്നും കിട്ടിയില്ല. കിട്ടിയ ഇലകൾ വെച്ച് ഞാൻ തോരൻ ഉണ്ടാക്കി. സാധാ തോരൻ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് പത്തിലത്തോരൻ ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. വേവുള്ള ഇലകൾ ആദ്യം ഒന്ന് വേവിക്കും, അതിനുശേഷം വേവ് കുറഞ്ഞ ഇലകളിട്ട് വേവിച്ചിട്ട് നമ്മൾ തോരൻ ഉണ്ടാക്കും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പക്ഷേ അതിൻ്റെ ഒരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ തോരനൊക്കെ ഉണ്ടാക്കിയാൽ ഞാൻ മാത്രമേ കഴിക്കൂ. സുനീഷ് ചേട്ടനോ മക്കളതൊന്നും തൊട്ട് നോക്കുക പോലും ഇല്ല. പിന്നെ അവർ കഴിച്ചില്ലെങ്കിൽ എന്താ, എൻ്റെ ആരോഗ്യമെങ്കിലും നന്നാവട്ടെ എന്ന് വിചാരിച്ച് മുഴുവൻ ഞാൻ തന്നെ ഇരുന്ന് കഴിക്കും. ഞാനും ഒന്ന് നന്നാവട്ടെടോ.